Hello everybody, welcome to English speaking course. Hope you are keeping safe and healthy. Today is day 5 of the beginners level challenge. Day 4 കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കുറേ കാര്യം ഇംഗ്ലീഷിൽ പഠിച്ചു കഴിഞ്ഞു and hopefully you have started speaking in English also. So very confidently let's move on to day 5. Day 5ൽ ഞാൻ കുറേ sentences ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് and these sentences are really short 2-word sentences ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് without thinking about grammar rules. Is എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, വാസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹാസ്, ഹാവ്, ഡു, ഡസ് ഒക്കെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ഒന്നും ചിന്തിക്കാതെ തന്നെ സ്പോണ്ടേനിയസ്ലി വളരെ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. ഈ 2-word sentences ഒക്കെ ശ്രദ്ധിച്ച് ഓർത്ത് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് 2 വേർഡ്സിലേക്കൂടെ എക്സ്പ്രസ് ചെയ്യാം. അത് മാത്രമല്ല നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പം അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് ഈ 2-word sentences ഒക്കെ യൂസ് ചെയ്യാം. സോ മുന്നിലിരിക്കേണ്ട ആൾക്ക് തോന്നും നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല നമുക്ക് കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യും ഈ 2 words. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Our first sentence is be calm. സപ്പോസ് ആരെങ്കിലും വളരെയധികം ടെൻഷൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്, വളരെ ഉറക്കം സംസാരിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ പറയാറില്ലേ ശാന്തമാകൂ. അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ബി കാം. ബി കാം. നിങ്ങൾ ഈ സെൻറ്റൻസസ് ഒക്കെ എവിടെയെങ്കിലും പേപ്പറിൽ എഴുതി വെച്ചോളൂ. Our second sentence is be quiet. മിണ്ടാതിരിക്കൂ. Be quiet. Be quiet. Third sentence is finish it. Finish it. ഏതെങ്കിലും കാര്യം തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം finish it. അതൊക്കെ തീർക്കൂ. Number 4, slow down. Slow down. ഒന്ന് പതുക്കെ. ഇത് കുറേ സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാം. വളരെ സ്പീഡിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്ലോ ഡൗൺ, ഒന്ന് പതുക്കെ സംസാരിക്കൂ. ആ അർത്ഥത്തിൽ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. വണ്ടി വളരെ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓടിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് പറയാം സ്ലോ ഡൗൺ. അതിൻ്റെ അർത്ഥം പതുക്കെ വണ്ടി ഓടിക്കൂ. വീഡിയോ ഫുൾ കാണണം, കുറച്ച് ലെങ്തിയാണ്. ഞാൻ ഇവിടെ 50 sentences ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ മോട്ടിവേഷൻ. ക്ലീൻ അപ്പ്. Our fifth sentence is clean up. Clean up means വൃത്തിയാക്കൂ. റൂമൊക്കെ വളരെ ഡേർട്ടി ആയി ഇരിക്കുന്നുണ്ടെങ്കിൽ, വളരെ മെസ്സി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെ എന്താണ് ക്ലീൻ അപ്പ്, വൃത്തിയാക്കൂ. Sixth sentence, don't move. അനങ്ങരുത്. Don't move. നമുക്ക് കുട്ടികളോടൊക്കെ ഇത് പറയാം. ഓടി കളിച്ച് ബഹളമൊക്കെ ആക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ അനങ്ങരുത്, don't move. Seventh sentence, what else? What else? വേറെ എന്തുണ്ട്? സപ്പോസ് ഫോണിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സംസാരം തീരാനാവുമ്പം അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് വരുമ്പോൾ നമ്മൾ പറയാറില്ലേ വേറെ എന്തൊക്കെയുണ്ട്. അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം വാട്ട് എൽസ്, വേറെ എന്തേ. അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ആ ജോലി ഫിനിഷ് ആയതിനു ശേഷം നമ്മൾ ചോദിക്കാറില്ലേ വേറെ എന്താ ചെയ്യേണ്ടത്. അത് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം വാട്ട് എൽസ്. ഈ വർക്ക് തീർന്നു, ഈ ജോലി തീർന്നു, വാട്ട് എൽസ്. നമ്പർ 8, ഹൂ നോസ്. ഹൂ നോസ്, ആർക്കറിയാം, ഹൂ നോസ്. നമ്പർ 9, ദാറ്റ്സ് ഓസം. ദാറ്റ്സ് ഓസം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ മനോഹരമായിട്ട് എന്തെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പറയാറില്ലേ ഓ വെരി ബ്യൂട്ടിഫുൾ. അതിൻ്റെ പകരം നമുക്ക് പറയാം ദാറ്റ്സ് ഓസം. ദാറ്റ്സ് ഓസം. നമ്പർ 10, വാട്ട് ഹാപ്പൻഡ്. വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്, വാട്ട് ഹാപ്പൻഡ്. നമ്പർ 11, ഹൂ എൽസ്. ഹൂ എൽസ്, വേറെ ആരാണ്. സപ്പോസ് നമ്മൾ എന്തെങ്കിലും ഗെയിം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വേറെ ആരാണ് ഇനി നെക്സ്റ്റ് കളിക്കാനുള്ളത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം ഹൂ എൽസ്. ഹൂ എൽസ്, വേറെ ആരാ. നമ്പർ 12, ലീവ് ഇറ്റ്. ലീവ് ഇറ്റ്, അത് വിട്ടേക്കൂ.
സപ്പോസ് ഏതെങ്കിലും കാര്യം വെച്ചിട്ട് ആരെങ്കിലും വളരെയധികം ടെൻഷനായി ഇരിക്കുന്നത്, അപ്പോൾ നമ്മൾ പറയാറില്ലേ ടെൻഷൻ അടിക്കല്ല, ലീവ് ഇറ്റ്. നമ്പർ 13, ഇറ്റ്സ് ഇംപോസിബിൾ. ഇറ്റ്സ് ഇംപോസിബിൾ, അത് സാധ്യമല്ല. സാധ്യമല്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അത് സാധ്യമല്ല പറയേണ്ട പകരം നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഇറ്റ്സ് ഇംപോസിബിൾ. നമ്പർ 14, വാട്ട്സ്ആപ്പ്. വാട്ട്സ്ആപ്പ് എന്തൊക്കെയുണ്ട്? ഇത് ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കേണ്ട പകരം ഇന്നത്തെ ജനറേഷൻ, ന്യൂ ജനറേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. വാട്ട്സ്ആപ്പ്, ഹായ് എന്തൊക്കെയുണ്ട്? നമ്പർ 15, വണ്ടർഫുൾ സജഷൻ. വണ്ടർഫുൾ സജഷൻ, നമുക്ക് ആരെങ്കിലും നല്ലൊരു അഭിപ്രായം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറയാം വണ്ടർഫുൾ സജഷൻ, അഭിപ്രായം നന്നായിട്ടുണ്ട്, വണ്ടർഫുൾ സജഷൻ. നമ്പർ 16, എനിത്തിങ് സ്പെഷ്യൽ. എനിത്തിങ് സ്പെഷ്യൽ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? സപ്പോസ് ഓഫീസിലൊക്കെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ട്, റെഡി ആയിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം, ആ പുതിയ ഡ്രസ്സാണല്ലോ, എനിത്തിങ് സ്പെഷ്യൽ, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? നമ്പർ 17, നത്തിങ് സ്പെഷ്യൽ, കാര്യമായിട്ട് ഒന്നുമില്ല. ഒന്നും സ്പെഷ്യൽ ഇല്ലെങ്കിൽ, കാര്യമായിട്ട് ഒന്നും ഇല്ലെങ്കിൽ പറയാം നത്തിങ് സ്പെഷ്യൽ. നമ്പർ 18, ഡോണ്ട് വറി. ഡോണ്ട് വറി, ടെൻഷൻ എടുക്കരുത്, സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയാറുള്ളത്. ഡോണ്ട് വറി. നമ്പർ 19, ഐ അഗ്രി. ഞാൻ യോജിക്കുന്നു. നമ്മൾ ഏതെങ്കിലും കാര്യത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഐ അഗ്രി. ആൻഡ് നമ്മളിനി യോജിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഡിസഗ്രി. ഞാൻ യോജിക്കുന്നില്ല, ഐ ഡിസഗ്രി. നമ്പർ 21, ഐ ആം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു, ഐ ആം ഹംഗ്രി. ഐ ആം തേഴ്സ്റ്റി. എനിക്ക് ദാഹിക്കുന്നു, ഐ ആം തേഴ്സ്റ്റി. നമ്പർ 23, ഐ ആം ബിസി. ഞാൻ തിരക്കിലാണ്, ഐ ആം ബിസി. നമ്പർ 24, ഐ ആം ടയേർഡ്. ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു, ഐ ആം ടയേർഡ്. നമ്പർ 25, ടേക്ക് കെയർ. ശ്രദ്ധിക്കണേ, ടേക്ക് കെയർ. നമ്പർ 26, എക്സ്ക്യൂസ് മീ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ക്യൂസ് മീ പറഞ്ഞതിന് ശേഷം പറയാം. എഗെയിൻ നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ വഴിയിൽ നിന്ന് മാറണമെങ്കിൽ സൈഡ് തരാൻ വേണ്ടിയിട്ട് പറയാനും നമ്മൾ എക്സ്ക്യൂസ് മീന്ന് യൂസ് ചെയ്യാറുണ്ട്. വൺ മോർ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, സോറി എന്ന് പറയേണ്ട പകരം നമുക്ക് എക്സ്ക്യൂസ് മീന്ന് പറയാം. 27, ആസ്ക് ഹിം അല്ലെങ്കിൽ ആസ്ക് ഹർ. അവനോട് ചോദിക്കൂ അല്ലെങ്കിൽ അവനോട് ചോദിക്കൂ. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ എനിക്കറിയില്ല, അവനോട് ചോദിക്ക്. അത് നമുക്ക് പറയാം ആസ്ക് ഹിം. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ അച്ഛനോട് ചോദിക്ക് അല്ലെങ്കിൽ അമ്മയോട് ചോദിക്ക്. ദാറ്റ് വി ക്യാൻ സേ ഇൻ ഇംഗ്ലീഷ് ആസ്ക് ഡാഡ് ഓർ വി ക്യാൻ സേ ആസ്ക് മോം. നമ്പർ 29, ഗുഡ് ഐഡിയ. നല്ല ഐഡിയ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറയാം ഗുഡ് ഐഡിയ, ഗുഡ് ഐഡിയ. നമ്പർ 30, കാൻ സേ. കാൻ സേ, പറയാൻ പറ്റില്ല, കാൻ സേ. ഫോർ എക്സാമ്പിൾ, നാളെ ഇന്ത്യ മാച്ച് ജയിക്കുമോ? കാൻ സേ, പറയാൻ പറ്റില്ല. നമ്പർ 31, ഐ ക്യാൻ. എനിക്ക് കഴിയും. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും കഴിയുമോ ചോദിച്ചു കഴിഞ്ഞാൽ ആ കഴിയുമെന്ന് പറയേണ്ട പകരം നമുക്ക് പറയാം ഐ ക്യാൻ. ഇനി കഴിയില്ലെങ്കിൽ വി ക്യാൻ സേ ഐ കാൺട്ട്, ഐ കാൺട്ട്. നമ്പർ 33, ലെറ്റ്സ് ഗോ. നമുക്ക് പോകാം, വരൂ നമുക്ക് പോകാം. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സിൻ്റെ കോൺട്രാക്ഷനാണ്. ലെറ്റ്സ് ഗോ. ഡോണ്ട് കംപ്ലെയിൻ. പരാതി പറയരുത്, കംപ്ലെയിൻ ചെയ്യരുത്. ഡോണ്ട് കംപ്ലെയിൻ. വീഡിയോ ഫുൾ കാണണം. വി ഹാവ് 16 more sentences to go. നമ്പർ 35, ഡോണ്ട് നോ.
അറിയില്ല. ഡോണ്ട് നോ. നമ്മളോട് ആരെങ്കിലും അറിയാത്ത കാര്യം ചോദിച്ചാൽ നമുക്ക് പറയാം ഡോണ്ട് നോ. നമ്പർ 36. ഓവർ there. അവിടെയുണ്ട്. ഓവർ there. എൻ്റെ പെൻ എവിടെയുണ്ട്? സപ്പോസ് നമ്മൾ കാണുന്നുണ്ട്, സോ അങ്ങോട്ടേക്ക് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് പറയാം ഓവർ there. നമ്പർ 37. ഗിവ് മീ. എനിക്ക് തരൂ. ഗിവ് മീ. നമ്പർ 38. കീപ് there. അവിടെ വെക്കൂ. കീപ് there. നമ്പർ 39. ജോയിൻ മീ. എൻ്റെ കൂടെ കൂടൂ. ജോയിൻ മീ. നമ്പർ 40. ടേക്ക് റെസ്റ്റ്. റെസ്റ്റ് എടുക്കൂ. ടേക്ക് റെസ്റ്റ്. ടേക്ക് റെസ്റ്റ്. നമ്പർ 41. നെവർ മൈൻഡ്. നെവർ മൈൻഡ്. കാര്യമാക്കരുത്. അതൊന്നും കാര്യമാക്കരുത്. നെവർ മൈൻഡ്. നമ്പർ 42. ഐ ഫോർഗോട്ട്. ഞാൻ മറന്നു. ഐ ഫോർഗോട്ട്. നമ്പർ 43. വാട്ട്സ് ന്യൂ. വാട്ട്സ് ന്യൂ. എന്താണ് പുതിയത്? വാട്ട്സ് ന്യൂ. നമ്പർ 44. ഫോർഗീവ് മീ. എന്നോട് ക്ഷമിക്കൂ. ഫോർഗീവ് മീ. നമ്പർ 45. റിമൈൻഡ് മീ. എന്നെ ഓർമ്മിപ്പിക്കണം. സപ്പോസ് നമ്മളോട് ആരെങ്കിലും പറയുന്നത് നാളെ നമുക്ക് അവിടെ പോവാം. പോവാം. റിമൈൻഡ് മീ. എന്നെ ഓർമ്മിപ്പിക്കണം. നമ്പർ 46. റൈറ്റ് നൗ. ഇപ്പോൾ തന്നെ. റൈറ്റ് നൗ. അവനെ വിളിക്കൂ. റൈറ്റ് നൗ. ഇപ്പോൾ തന്നെ. 47. ഗെറ്റ് റെഡി. റെഡി ആവൂ. ഗെറ്റ് റെഡി. ഗെറ്റ് റെഡി. നമ്പർ 48. മൂവ് അസൈഡ്. ഒന്ന് മാറി നിൽക്കൂ അല്ലെങ്കിൽ നീങ്ങി നിൽക്കൂ. നമ്മൾ പറയാറില്ലേ, അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം മൂവ് അസൈഡ്. നമ്പർ 49. കം ഇൻ. അകത്തേക്ക് വരൂ. കം ഇൻ. നമ്പർ 50. ഹോൾഡ് ഓൺ. ഒന്ന് കാത്തിരിക്കണേ. ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ എവിടെ ചോദിച്ചാൽ നമ്മൾ പറയാറില്ലേ ഞാനിപ്പം വിളിക്കാം. ഹോൾഡ് ഓൺ. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റൈറ്റ് സൈഡിൽ കാണേണ്ട വീഡിയോ ക്ലിക്ക് ചെയ്യൂ. ഇതിൽ കുറേ ഡെയിലി യൂസ് സെൻറ്റൻസസ് ഉണ്ട്. ഈ ബിഗിനേഴ്സ് ലെവൽ ചാലഞ്ച് മാത്രമല്ല, നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം. എത്ര വീഡിയോസ് കാണുന്നു, എത്ര ഇംഗ്ലീഷ് കേൾക്കുന്നു, എത്ര സംസാരിക്കുന്നു, അത്ര നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവും. താങ്ക്സ് ഫോർ വാച്ചിങ്.